എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 108 ദുർഗാലയങ്ങളിൽ പെടുന്ന ഈ ക്ഷേത്രം വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ്. സുഗന്ധപുഷ്പങ്ങളോ സുഗന്ധം പരത്തുന്ന പൂജാദ്രവ്യങ്ങളോ ഈ ക്ഷേത്രത്തിൽ ഉപയോഗിക്കാറില്ല. ഭക്തർ മുല്ലപ്പൂ ചൂടി അകത്ത് പ്രവേശിക്കാത്ത ഈ ക്ഷേത്രത്തിൽ വിവാഹം നടത്താറില്ല. കൊമ്പനാനിയെ എഴുന്നള്ളിക്കാത്ത ഈ ക്ഷേത്രത്തിൽ കൊമ്പന്മാരെ വെല്ലുന്ന കരിയഴകുള്ള പിടിയാനകളെയാണ് എഴുന്നള്ളിക്കാറുള്ളത്. ഇങ്ങനെ വളരെയധികം പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തെപ്പറ്റി കൂടുതലറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. എറണാകുളം ഇടപ്പള്ളിക്കടുത്ത് ചേരാനെല്ലൂർ പഞ്ചായത്തിലാണ് ചേരാനെല്ലൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി രാജ്യത്തെ പ്രബലരായ നാടുവാഴികളായിരുന്ന ചേരാനെല്ലൂർ കർത്താക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു ചേരാനെല്ലൂർ സ്വരൂപം. വളരെ വലിയ ഭൂസ്വത്തും പാട്ടപ്പിരിവും ഉണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിലെ വരുമാനം കൊണ്ടാണ് ഒരു കാലത്ത് ചോറ്റാനിക്കര ക്ഷേത്രം, എറണാകുളം ശിവക്ഷേത്രം എന്നിവിടങ്ങളിലെ നിത്യനിദാന ചിലവുകൾ നടന്നിരുന്നതത്രേ. ഈ ക്ഷേത്രത്തിൽ ദേവി കന്യകാ രൂപത്തിലാണ് കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ കുടികൊള്ളുന്ന ദേവി സാക്ഷാൽ കുമാരനെല്ലൂർ ഭഗവതി തന്നെയാണ് എന്നാണ്. കുമാരനെല്ലൂർ ഭഗവതി ഇവിടെ എത്തിയതിന് പിന്നിലെ ഐതിഹ്യം ഇതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരായ കവ്യപ്പള്ളി മനയിലെ ഒരു നമ്പൂതിരി കുമാരനെല്ലൂർ ഭഗവതിയുടെ വലിയ ഭക്തനായിരുന്നു. അദ്ദേഹം സ്ഥിരമായി കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവതിയെ പ്രാർത്ഥിക്കുക പതിവായിരുന്നു. എന്നാൽ വാർദ്ധക്യമായതോടെ അദ്ദേഹത്തിന് കുമാരനെല്ലൂർ പോകാൻ സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് ദേവിയുടെ ദർശനം കിട്ടുകയും ദേവി നമ്പൂതിരിയുടെ അടുത്തേക്ക് വന്ന് കുടികൊള്ളാമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു സുന്ദരിയായ സ്ത്രീ അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു. അത് മറ്റാരുമല്ല ഭഗവതിയാണ് എന്ന് മനസ്സിലാക്കിയ ആ നമ്പൂതിരി ദേവിയെ ചേരാനെല്ലൂരിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ഇവിടെ ദേവി കയ്യിൽ ശംഖ്, ചക്രം, തത്ത, നെൽക്കതിർ എന്നിവ പിടിച്ചു നിൽക്കുന്ന രൂപത്തിലുള്ള കന്യകയായ കാർത്യായനിയായിട്ടാണ് കുടികൊള്ളുന്നത്. കാർത്യായനി ഭഗവതി തൻ്റെ തോഴിയായ യക്ഷിയമ്മയെയും കൂട്ടി തനിക്ക് കുടികൊള്ളാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ചിറങ്ങുകയും വഴിയിൽ വെച്ച് ഗണപതിയോട് പറ്റിയ സ്ഥലം കണ്ടാൽ അറിയിക്കണമെന്ന് പറഞ്ഞ് മുൻപിൽ വിടുകയും ചെയ്തു. കുറേ നേരം കഴിഞ്ഞിട്ടും ഗണപതിയെ കാണാഞ്ഞ് ദേവിയും യക്ഷിയമ്മയും അന്വേഷിച്ചു നടക്കുമ്പോൾ ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അത് നല്ല സ്ഥലമാണെന്ന് മനസ്സിലാക്കി ഗണപതി അവിടെ ഇരിക്കുന്നത് കണ്ടു. ഇത് കണ്ട് കോപിഷ്ഠയായ ദേവി ഗണപതിയെ തള്ളിമാറ്റി അവിടെ ഇരുന്നു. ദേവി തള്ളിമാറ്റിയ ഗണപതി ചെന്നു വീണ സ്ഥലത്താണ് ഇന്ന് ഗണപതിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദേവി തൻ്റെ തോഴിയായ യക്ഷിയമ്മയോട് തൻ്റെ ശ്രീകോവിലിൻ്റെ മുൻപിലായി കുടികൊള്ളുവാനും അരുളി ചെയ്തു എന്നാണ് വിശ്വാസം. ഇവിടെ ദേവി രാവിലെ ബാലികാഭാവത്തിലും ഉച്ചയ്ക്ക് കൗമാരഭാവത്തിലും വൈകിട്ട് യൗവനഭാവത്തിലുമാണ് കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. ഇവിടുത്തെ ഉത്സവം വളരെയധികം പ്രത്യേകതയുള്ളതാണ്. കുംഭമാസത്തിലെ രോഹിണി നാളിൽ കൊടികയറുന്ന ഉത്സവം 9-ാം ദിവസം ആറാട്ടോടുകൂടി കൊടിയിറങ്ങുന്നു. ഉത്സവത്തിൻ്റെ 8-ാം ദിവസം വലിയ വിളക്കിൻ്റെ പള്ളിവേട്ടയ്ക്ക് ദേവി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇവിടെ അടുത്തുള്ള മാരാപ്പറമ്പ് എന്ന ക്ഷേത്രത്തിലെ ശിവനെ വിവാഹം കഴിക്കുന്നതിനായി പുറത്തേക്ക് എഴുന്നള്ളുന്നതായിട്ടാണ് സങ്കല്പം. ദേവി എഴുന്നള്ളി പോകുന്ന വഴിയിൽ തെക്കേ പാലക്കൽ എന്ന സ്ഥലത്ത് ഒരു പാലയുടെ ചുവട്ടിൽ എത്തുമ്പോൾ ബ്രാഹ്മണിയമ്മ ബ്രാഹ്മണിപ്പാട്ട് പാടി ദേവി തൃപ്പൂത്തു എന്ന് പറയുകയും അതിനാൽ വിവാഹം മുടങ്ങി ക്ഷേത്രത്തിലേക്ക് മടങ്ങിപ്പോരുകയുമാണ് ചടങ്ങ്. അന്നേ ദിവസം മണ്ഡപത്തിൽ പടുക്കാമെത്തയിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെയാണ് ആറാട്ട്.
ആറാട്ട് കഴിഞ്ഞ് ദേവിയെ അന്നേ ദിവസം മാത്രം മുല്ലപ്പൂ ചാർത്തിയ തിടമ്പിൽ വലിയ അമ്പലത്തിലേക്ക് ആനയിക്കുന്നു. കൂടാതെ കൺമഷി, കുങ്കുമം, മഞ്ഞൾ മുതലായവയും അണിയിക്കുന്നു. ദേവി ശ്രീകോവിലേക്ക് കയറുന്ന സമയം മുല്ലപ്പൂവും മറ്റ് സുഗന്ധദ്രവ്യങ്ങളുമെല്ലാം ഉപേക്ഷിക്കുന്നു. അന്ന് രാത്രി ഉത്സവം കൊടിയിറങ്ങിയിട്ടാണ് കുളത്തിലെ ആറാട്ട്. ആറാട്ട് കഴിഞ്ഞ് കയറി വരുന്ന ദേവിക്ക് പ്രത്യേക ചൈതന്യമാണ് എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ആറാട്ട് കഴിഞ്ഞ് കയറുന്ന ചടങ്ങിന് ഭക്തജനപ്രവാഹമായിരിക്കും. ഇവിടെ ആറാട്ടിന് ഭക്തജനങ്ങളെ ദേവിക്കൊപ്പം മുങ്ങാൻ അനുവദിക്കാറില്ല. ആറാട്ട് കഴിഞ്ഞുള്ള കൊടിക്കൽപ്പറ വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ്. കൊടിക്കൽപ്പറ കഴിഞ്ഞ് 9 പ്രദക്ഷിണം കഴിയുന്നതോടെ ഉത്സവത്തിന് സമാപ്തിയാകുന്നു. ദേവിയുടെ വിവാഹം മുടങ്ങി എന്ന സങ്കല്പത്തിലായതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിൽ മുല്ലപ്പൂ പോലെയുള്ള സുഗന്ധമുള്ള പൂക്കളും സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ ഉത്സവത്തിന് കൊമ്പനാനയെ എഴുന്നള്ളിക്കാറില്ല. പകരം പിടിയാനകളെയാണ് ഇവിടെ എഴുന്നള്ളിക്കാറുള്ളത് എന്നതും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പണ്ട് ഇവിടുത്തൊരു മുത്തശ്ശൻ കുമാരനല്ലൂർ ഭജന ഇരുന്ന് അവിടുന്ന് പോന്നു കഴിഞ്ഞ് വയ്യാണ്ട് ആയി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോന്നതിന് ശേഷം ഒപ്പം ഭഗവതി അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്നു എന്നുള്ളതാണ് സങ്കല്പം. ആ സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയേക്കുന്നത്. തത്തയും നെൽക്കതിരുമാണ് ഇതുള്ളത്. ഈ തത്ത നെൽക്കതിർ നാരായം. പ്രതിഷ്ഠ നടത്തിയ തന്ത്രി ഇപ്പോൾ ആരാന്നറിയില്ല. വളരെ കാലമായിട്ട് അവണപ്പറമ്പ് ആണ് ഇവിടെ തന്ത്രം നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ അതേപോലെ തന്നെ സന്തതികളൊക്കെ കുറവായിരുന്നു. അത് ഇങ്ങനെ ഇതായിട്ടുള്ള സ്ഥിതിക്ക് സ്വത്തുകൾ ധാരാളം ഉണ്ടായിരുന്നു. ആ സ്വത്ത് മുഴുവൻ ഇവിടുത്തെ സ്വത്തിൻ്റെ ഒരു 95% ദേവസ്വത്തിലേക്ക് എഴുതി കൊടുത്തു. അപ്പോൾ ദേവസ്വത്തിന് നല്ല വരുമാനമായി. ഒരു കാലത്ത് എറണാകുളം ചോറ്റാനിക്കരൊക്കെ നിത്യദാനത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ള നേദ്യത്തിനുള്ള അരി അങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ ഇവിടുത്തെ ഇതുകൊണ്ടാണ് നടന്നിരുന്നത്. പിന്നെ ക്ഷേത്രം കൊച്ചി രാജാവ് കയ്യേറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇതായി. ഇവിടെ ഇത് നിത്യം 5 പൂജയുണ്ട്, 3 ശിവേലിയുണ്ട്. ഉത്സവം പണ്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അറിവ്. പിന്നെ ഇവിടെ ആറാട്ടുപുഴ പൂരത്തിന് ആണ് പോയിരുന്നത്. അത് മുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ ഉത്സവം തുടങ്ങിയത്. ഉത്സവം തുടങ്ങിയപ്പോൾ ഉത്സവക്കാലത്ത് 3-ാം ദിവസം മുതൽക്ക് ദിവസവും ആറാട്ടുണ്ട്. 9-ാം ദിവസമാണ് കൊടിയിറങ്ങി. ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ അത്രയൊക്കെയാണ്. പിന്നെ മണ്ഡലക്കാലത്ത് ഈ പറഞ്ഞ പോലെ 40 ദിവസം നവകം പഞ്ചമിയും അങ്ങനെയുള്ള ഇതുണ്ട്. പിന്നെ വിശേഷമായിട്ടുള്ളത് ധനുമാസത്തിൽ തിരുവാതിര ബ്രാഹ്മണിയമ്മ പാട്ടുണ്ട് 7 ദിവസം. അതിനിപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും ചെല്ലണം എഴുന്നള്ളിക്കാനായിട്ട്. ഇങ്ങനെയാണ്
ഒരു ചടങ്ങ്. അതുപോലെ തന്നെ വിശേഷാൽ പൂജകളായിട്ട് നിറപുത്തിരി, പുത്തിരിക്കും ഇതേപോലെ തന്നെ നേദ്യ സാധനങ്ങളിൽ ചിലത് ഉപ്പ് മാങ്ങ, തൈര് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോവാണ് പതിവ്. പിന്നെ താലപ്പൊലി പതിവുണ്ട്. 4 ദേശക്കാരുടെയാണ് പതിവ്. ഇപ്പോൾ അത് മുടങ്ങി. ഇപ്പോൾ 2 ദേശക്കാരുടെ ഇപ്പോൾ ഉള്ളൂ നിലവിൽ. ആ ഉത്സവക്കാലത്ത് വെള്ളിവിളക്കിൻ്റെ അന്ന് പള്ളിവേട്ട കഴിഞ്ഞിട്ട് ഭഗവതി വിവാഹത്തിന് പോകാമെന്നുള്ള സങ്കല്പത്തിൽ ഇവിടെ മാരാപ്പറമ്പ് ശിവൻ്റെ അമ്പലമുണ്ട്, അവിടേക്ക് ഇങ്ങോട്ട് പോവുകയാണ്. പോണ വഴിക്ക് വെച്ച് വാദ്യഘോഷങ്ങളോടെ പോണ വഴിക്ക് വെച്ച് ഇവിടെ ഒരു ആലുണ്ട്. അതിൻ്റെ അവിടെ എത്തുമ്പോൾ ബ്രാഹ്മണിയമ്മ തൃപ്പത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ആടയാഭരണങ്ങളൊക്കെ അയച്ചു വെച്ച് ആനയുടെ മണി വരെ അയച്ചു വെച്ച് ചങ്ങലയും മണി മാറ്റി വെച്ച് ഒരു പൂര. പിടിയാന കൊമ്പനെ എഴുന്നള്ളിക്കാറില്ല. കൊമ്പനെ ഈ പിടിയാന മാത്രമേ ഉത്സവത്തിന് എടുക്കാറുള്ളൂ. പണ്ട് താല്പര്യക്കാലത്ത് കൊമ്പനെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അത് എങ്ങനെ വന്നാലും ആന ഓടാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതിന് ശേഷം പിന്നെ അത് ഇല്ലാണ്ടായി. ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തായി വിഷ്ണുവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിലെ മറ്റ് പ്രധാന വിശേഷങ്ങളാണ് വൃശ്ചികത്തിലെ തൃക്കാർത്തിക, ധനുമാസത്തിലെ തിരുവാതിര, നവരാത്രി തുടങ്ങിയവ. തൃക്കാർത്തിക ദേവിയുടെ പിറന്നാളാണ്. അന്നേ ദിവസം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് 7 ദിവസം ബ്രാഹ്മണിപ്പാട്ട് ഉണ്ടാകാറുണ്ട്. രാവിലെയും രാത്രിയും ശീവേലിക്ക് ശേഷമാണ് വലിയമ്പലത്തിൽ ബ്രാഹ്മണിപ്പാട്ട് നടക്കാറുള്ളത്. ഇവിടെ ദേവിക്ക് അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ വളരെ ഇഷ്ടമാണ് എന്നാണ് വിശ്വാസം. ദേവിക്ക് മഞ്ഞ, പച്ച എന്നീ പട്ടിനോടാണ് കൂടുതൽ പ്രിയം. ചുവന്ന പട്ട് ഇവിടെ ഉപയോഗിക്കാറില്ല. ഈ പ്രദേശത്തെ ആളുകൾ ദേവിയെ ഒരു ദൈവം എന്നതിലുപരി അവരിലൊരാൾ എന്ന നിലയിലാണ് കണ്ടുപോരുന്നത് എന്നത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും രീതികളിലുമെല്ലാം വളരെയധികം വ്യത്യസ്തതയുള്ള ഈ ക്ഷേത്രത്തിലെ അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ശാന്തസ്വരൂപിയും കാരുണ്യവതിയുമായ ചേരാനെല്ലൂർ കാർത്യായനി ഭഗവതിയുടെ അനുഗ്രഹം ഏവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു ക്ഷേത്രവുമായി എത്തുന്നതുവരേക്കും നന്ദി, നമസ്കാരം.